ഇടത് വലത് മുന്നണികളുടെ വായടപ്പിച്ച് കോഴിക്കോട് BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രകാശ് ബാബു. കോർപ്പറേഷൻ ഭരണത്തിലെ അഴിമതി BJP അക്കമിട്ട് നിരത്തിയപ്പോൾ 45 വർഷമായി ഭരണം തുടരുന്ന LDFന്റെ പ്രതിനിധി ഉത്തരമില്ലാതെ പ്രകോപിതനായി. BJP പ്രതിരോധിക്കാൻ കോൺഗ്രസും CPMഉം ഒന്നിക്കുന്ന കാഴ്ചയാണ് കോഴിക്കോട് പ്രസ് ക്ലബിൽ കണ്ടത്. കോർപ്പറേഷനിലെ ഇടതുഭരണ സമിതിയുടെ അഴിമതി അക്കമിട്ട് നിരത്തി BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രകാശ് ബാബു. കോംപ്ടസ് ചെന്ന് ഭൂമാഫിയകളുടെ കയ്യിലേക്ക് എത്തിച്ചു കൊടുത്തതാരാ? മെട്രോ സിറ്റി ഇല്ല. എന്തുകൊണ്ട് സൈബർ പാർക്കിൽ ഇവിടുത്തെ യുവാക്കൾക്ക് വേണ്ടി അത് വിപുലീകരിക്കാനുള്ള ഒരു സാധ്യത തേടിയില്ല? കനോലി കനാൽ എന്തുകൊണ്ട് ഈ 11.4 കിലോമീറ്റർ കോഴിക്കോട്ടെ രോഗവാഹിനിയായി ഇന്ന് മാറി? മെഡിക്കൽ കോളേജിലുള്ള ഒരു ബസ് സ്റ്റാൻഡ് പ്രഖ്യാപിച്ചിട്ട് എത്രയായി? ഈ മൊഫ്യൂസൽ ബസ് സ്റ്റാൻഡും പാളയം ബസ് സ്റ്റാൻഡും വിപുലീകരിക്കാൻ എന്തെങ്കിലും ഒരു പണി 5 കൊല്ലമായി ഭരിക്കുന്നെന്ന് പറഞ്ഞല്ലോ. എവിടെ കനാൽ സിറ്റി പദ്ധതി? ഈ നഗരത്തിൽ നിന്ന് എയർപോർട്ടിലേക്ക് ഒരു 4 വരി പാത പ്രഖ്യാപിച്ചല്ലോ. എയറിൽ കിടക്കുകയല്ലേ? ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ പ്രകോപിതനാകുന്ന CPIM ജില്ലാ സെക്രട്ടറി മെഹബൂബ്. നിങ്ങൾക്ക് അഴിമതി പറയുമ്പോൾ സാധാരണ വിരൽ ചൂണ്ടിയിട്ട് പോക്കറ്റടിക്കാരൻ അവനാ പോക്കറ്റടിക്കാരൻ വിളിച്ചു പറയുന്നതുകൊണ്ട് രക്ഷപ്പെടില്ല. ദേശീയപാതക്ക് അവകാശപ്പെടാൻ പൂർണ്ണമായ അധികാരമുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ്, ഈ ഗവൺമെന്റിനാണ്. ഒരു സംശയം അതിൽ വേണ്ട. ഈ മുന്നണിയുടെ നേട്ടം തന്നെയാണത്. ജമാഅത്തെ ഇസ്ലാമിയും UDFും തമ്മിലാണ് അവിശുദ്ധ ബന്ധമെന്ന CPIM ജില്ലാ സെക്രട്ടറി മെഹബൂബിന് DCC ജില്ലാ പ്രസിഡന്റ് പ്രവീൺ കുമാറിന്റെ മറുപടി. ജമാഅത്തെ ഇസ്ലാമിയുമായി ഏറ്റവും കൂടുതൽ കൂട്ടുകൂടിയ പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയാണ്. കുറേ കാലമായി അവരൊരു ഘടകകക്ഷിയോടെ പ്രവർത്തിച്ചതാണ്. അഴിയൂരിൽ SDPI LDF സഖ്യമുണ്ടെന്ന് SDPI ജില്ലാ പ്രസിഡന്റ് പ്രസ്താവിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ പിന്തുണ ഇത്തവണ CPMനാണെന്നും. UDFനും CPMനും BJP പ്രതിരോധം തീർത്തതോടെ പിന്നീട് കണ്ടത് ഇന്ത്യ മുന്നണിയെ. റെയിൽവേ സ്റ്റേഷനിൽ 45 വർഷത്തെ ഇടതുകൂട്ടയ്ക്ക് പ്രഹരമേൽപ്പിച്ചുകൊണ്ട് ഇത്തവണ കോർപ്പറേഷൻ പിടിക്കുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് BJP. അതേസമയം BJPയുടെ ഈ ആത്മവിശ്വാസത്തിൽ വലിയ അസ്വസ്ഥതയിലാണ് ഇടത് വലത് മുന്നണികളെന്ന് നേതാക്കളുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തം. ജനം, കോഴിക്കോട്.